ഹായ്, എല്ലാവർക്കും ഷീസ്കോപ്പിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് PSC പരീക്ഷകളിൽ വളരെ കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് രോഗങ്ങളും രോഗകാരികളും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും അതേപോലെ തന്നെ ഡിഗ്രി മെയിൻസിന്റെയും ഒക്കെ എക്സാമുകളിൽ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്. ബയോളജിയിൽ വരുന്നതാണ് നമുക്കറിയാം. പക്ഷെ ബയോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് PYQ നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ഒരു പോർഷനാണ് രോഗങ്ങളും രോഗകാരികളും, ഡിസീസസ് ആൻഡ് പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബയോളജി ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്തരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളുടെ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് PYQs റെഫർ ചെയ്തതിന് ശേഷം അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കിയിട്ട് അതിനുള്ള ക്ലാസ്സുകളും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ക്ലാസ്സിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ബാക്ടീരിയ, അതേപോലെ വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വേംസ്, ഇതൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ്, രോഗങ്ങൾ ഉണ്ടാക്കുന്ന പാത്തജൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്, ബാക്ടീരിയൽ ഡിസീസസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ആദ്യത്തത് കൺജങ്ക്റ്റിവൈറ്റിസ്. കൺജങ്ക്റ്റിവൈറ്റിസ് കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇത് ഉണ്ടാക്കുന്ന രോഗകാരിയായിട്ടുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. ഇനി ട്രാക്കോമ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ല കേട്ടോ, അത് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. ഓക്കെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണ് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇനി ട്രക്കോമ എന്ന് പറയുന്നതും അതേപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത് ഉണ്ടാക്കുന്നത് ക്ലമീഡിയ ട്രക്കോമൈറ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. ഈ ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. ഇത് ചർമ്മത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇനി കുഷ്ഠം, ലെപ്രസി അല്ലെങ്കിൽ ഹാൻസൻസ് ഡിസീസ് എന്നൊക്കെ പറയുന്ന ത്വക്കിനെ ബാധിക്കുന്ന അതേപോലെ തന്നെ നാഡികളെ ബാധിക്കുന്ന ഒരു അസുഖം. തൊട്ടാൽ നമുക്ക് അറിയാൻ പറ്റില്ല, കുഷ്ഠം ബാധിച്ച ഒരാളെ തൊട്ടാൽ അറിയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നേക്കാം. അപ്പൊ അത് ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ്. ഇനി ന്യൂമോണിയ എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് ഉണ്ടാക്കുന്നത്. ഇനി വില്ലൻ ചുമ എന്ന് പറയുന്നത് വൂഫിംഗ് കഫ് അല്ലെങ്കിൽ പെട്രുസിസ് എന്ന് പറയുന്ന അസുഖമാണ്. ഇത് ശ്വാസകോശം അല്ലെങ്കിൽ ശ്വസന ഇന്ദ്രിയത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ബോർഡർടെല്ല പെട്രുസിസ് ആണ് ഇത് ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി ക്ഷയം ശ്വാസകോശത്തെ തന്നെയാണ് ബാധിക്കുന്നത്. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് ക്ഷയം ഉണ്ടാക്കുന്നത്. ഇനി ബ്രോങ്കൈറ്റിസും ഇതുപോലെ തന്നെ ശ്വാസനാളത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി സിഫിലിസ് ഇതേപോലെ ലൈംഗിക രോഗമാണ്. ഇത് ട്രെപ്പനോമ പല്ലിഡം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ്. അതേപോലെ ഗൊണേറിയ എന്ന് പറയുന്നതും ലൈംഗിക അവയവങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നെയ്ഷീരിയ ഗൊണേറിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ബോട്ടുലിസം എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയും നാഡികളെയൊക്കെ ബാധിപ്പിക്കുന്ന ഒരു അസുഖമാണ്. ഇത് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഇനി കോളറ ദഹന വ്യവസ്ഥ, ഇതുപോലെ തന്നെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. വിബ്രിയോ കോളറയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി മെനിഞ്ചൈറ്റിസ് ഇതുപോലെ നാഡീവ്യൂഹത്തെ അല്ലെങ്കിൽ തലച്ചോറിന്റെ ആവരണത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. നെയ്ഷീരിയ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഇതൊക്കെ തന്നെയാണ് ഈ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇനി പ്ലേഗ് ഉണ്ടാക്കുന്നത് യേസിനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ തന്നെയാണ്. രക്തത്തെ ബാധിക്കുന്ന അസുഖമാണ് പ്ലേഗ്. ഇനി ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൽമോണെല്ല ടൈഫിയാണ്, ദഹന വ്യവസ്ഥയെ തന്നെയാണ് ബാധിക്കുന്നത്. അതേപോലെ തന്നെ ഡിഫ്തീരിയ, തൊണ്ട, ശ്വസന വ്യൂഹം എന്നിവയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. കോറിനോ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഇത് ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാക്സ് നമുക്കറിയാം കന്നുകാലികൾക്ക് വരുന്ന ഒരു അസുഖമാണ്. ഇതുണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ബാസിലസ് ആന്ത്രസിസ് ആണ്. ഇനി ടെറ്റനസ് നാഡീവ്യൂഹത്തെയും പേശികളെയും ബാധിക്കുന്ന അസുഖമാണ്. ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി എലിപ്പനി ഉണ്ടാക്കുന്നത് ലെപ്റ്റോസ്പൈറ ഇന്ററോഗൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ്. രക്തം, വൃക്ക, കരൾ ഇതിനെയൊക്കെ ഈ എലിപ്പനി ബാധിക്കാറുണ്ട്.
ഇനി നമുക്ക് കുറച്ച് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റി കാണാം. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസിനെ നമുക്കറിയാം HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി പേവിഷബാധ അഥവാ റാബീസ് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി വൈറൽ ഡയറിയ ആണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് റോട്ടാ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ്. ABCDE എന്നീ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ ഉണ്ട്. അതുപോലെ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ആണ്. HSV എന്ന് പറയുന്ന ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ആണ് ഹെർപ്പിസ് ഉണ്ടാക്കുന്നത്. ഇനി ജലദോഷം അല്ലെങ്കിൽ കോമൺ കോൾഡ് എന്ന് പറയുന്നത് റൈനോ വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസ് ഒക്കെ ഉണ്ടാക്കുന്ന കോമൺ കോൾഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ്, വൈറൽ ഇൻഫെക്ഷൻ ആണ്. COVID-19 എന്ന് പറയുന്നത് SARS-CoV-2 എന്ന് പറയുന്ന വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്, നമ്മൾ കണ്ടതാണ്. ഇനി ഡെങ്കിപ്പനി, ഡെങ്കു വൈറസ്, ഫ്ലാവി വൈറസ് എന്നൊക്കെ പറയുന്ന വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ഇനി ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാക്കുന്നു. ഇനി ജാപ്പനീസ് എൻസെഫലിറ്റിസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം ഉണ്ടാക്കുന്നത് ജാപ്പനീസ് എൻസെഫലിറ്റിസ് വൈറസ് തന്നെയാണ്. ഇനി അഞ്ചാം പനി അഥവാ മീസിൽസ് ഉണ്ടാക്കുന്നത് മോർബില്ലി വൈറസ് അല്ലെങ്കിൽ മീസിൽസ് വൈറസ് തന്നെയാണ്. ഈ മംസ് ഉണ്ടാക്കുന്നത് മംസ് വൈറസ് ആണ്. പോളിയോ വൈറസ്. സ്മോൾ പോക്സ് ഉണ്ടാക്കുന്നത് വേരിയോള വൈറസ് ആണ്. മഞ്ഞപ്പനി അല്ലെങ്കിൽ യെല്ലോ ഫീവർ ഉണ്ടാകുന്നത് യെല്ലോ ഫീവർ വൈറസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൽ കോമൺ കോൾഡ്, അതുപോലെ COVID-19, HIV ഇതൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. ഇനി ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാന്ന് നോക്കാം. ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് മധുരെ ഫുഡ് ഡിസീസസ് എന്ന് പറയുന്ന മധുരെല്ല മൈസെറ്റോമൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ റിംഗ്വേം അല്ലെങ്കിൽ വട്ടച്ചൊറി എന്ന് പറയുന്ന ട്രൈക്കോഫൈറ്റോൺ അല്ലെങ്കിൽ മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റൻ എന്നൊക്കെ പറയുന്ന ഫംഗസുകൾ ഉണ്ടാക്കുന്ന അസുഖമാണ് റിംഗ്വേം എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം സ്പീഷീസുകളാണ്. പ്ലാസ്മോഡിയം ഫാൾസിപ്പരം അതുപോലെ പ്ലാസ്മോഡിയം വൈവാക്സ് ഇനത്തിൽപ്പെട്ട പ്രോട്ടോസോവൽ ഉണ്ടാക്കുന്ന അസുഖമാണ് മലേറിയ എന്ന് പറയുന്നത്. അതുപോലെ അമീബിക് ഡിസെൻട്രി, ഇപ്പൊ നമ്മുടെ കേരളത്തില് കോഴിക്കോട് ഭാഗത്തൊക്കെ കുറച്ച് കോമൺ ആയിട്ട് കണ്ട ഒരു അസുഖമായിരുന്നു അമീബിക് ഡിസെൻട്രി. വെള്ളത്തിൽ മലിനജലത്തിലൊക്കെ കുളിക്കുന്നത് മൂലം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അമീബിക് ഡിസെൻട്രി. തലച്ചോറിനെ ബാധിക്കും ഇത്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക് ആണ് ഇത് ഉണ്ടാക്കുന്ന പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഇനി സ്ലീപ്പിംഗ് സിക്നസ്, അത് ട്രിപ്പാനോസോമ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഒരു പനിയാണ് ഈ സ്ലീപ്പിംഗ് സിക്നസ്. അതുപോലെ കാലാസാർ എന്ന് പറയുന്നത് ലേഷ്മാനിയ ഇനത്തിൽപ്പെടുന്ന പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന അസുഖമാണ്. അതുപോലെ ജാർഡിയാസിസ് എന്ന് പറയുന്നത് ജാർഡിയ ലാംബ്ലിയ എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന അസുഖമാണ്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ് ഹെൽമിന്ത് അല്ലെങ്കിൽ വേം, വിരകൾ എന്ന് പറയുന്നത്. ഈ വിരകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് പറയുന്ന മന്തിനെ പറ്റിയാണ്. ഇത് ഉണ്ടാക്കുന്നത് വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി അല്ലെങ്കിൽ റൂജിയ മലായി എന്നൊക്കെ പറയുന്ന ഇനത്തിൽപ്പെട്ട വിരകളാണ് അല്ലെങ്കിൽ വേംസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസീസ് എന്നുള്ള ഭാഗത്ത് പറയാനുള്ളത്. അപ്പോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് ഈ പറയുന്ന പോലെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ക്ലാസ്സുകൾ. അതേപോലെ ഈ നോട്ട്സ് വേണമെങ്കിലും കമന്റ് ചെയ്യുക. അതേപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ ഞാൻ ഈ നോട്ട്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.